ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കുറേ നാളായി കണ്ടിട്ട്. അപ്പം കുറേ ആൾക്കാർ വിചാരിക്കുന്നുണ്ട് ഞാൻ എൻ്റെ വ്ളോഗൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് പോയി. ഈവൻ എൻ്റെ ഫ്രണ്ട്സ് കൂടി ചോദിച്ചു എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യാത്തതെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനെല്ലാം ഉത്തരമായിട്ട് ഒരു വ്ളോഗ് അങ്ങ് ചെയ്യാം. അപ്പം ദിസ് ഈസ് മൈ ആൻസർ. എൻ്റെ ലൈഫിൽ ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ എനിക്ക് വ്ളോഗേ ചെയ്യാൻ തോന്നുന്നില്ലായിരുന്നു. എന്താണെന്ന് എനിക്കറിയത്തില്ല. കുറച്ചെൻ്റെ എക്സാമിൻ്റെ പ്രഷർ ഉണ്ടായിരുന്നു. അത് ഒരു കാര്യം മാത്രമായിരുന്നു. മൊത്തത്തിൽ എനിക്കൊരു സ്ട്രെസ്സ് ഫീൽ ചെയ്ത ഒരു മൊമെൻ്റായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന്. അതേ മൈൻഡ് എന്നോട് പറഞ്ഞു, ഇപ്പം എന്തുകൊണ്ട് എനിക്ക് വ്ളോഗ് ചെയ്തുകൂടാ? വ്ളോഗാണ് എന്നെ ഏറ്റവും ഹാപ്പിയാക്കി വെക്കുന്നത് ലൈഫിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വ്ളോഗിങ് ചെയ്യാൻ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വെച്ചിട്ട് തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ഹാബിറ്റാണ് ജേർണലിങ്. ഇത് അടിപൊളിയാണ്, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ജേർണലിങ് ക്യാൻ ഡു സോ മെനി ഗുഡ് തിങ്സ് ഇൻ യുവർ ലൈഫ്. അതേപോലെ ഇപ്പോഴത്തെ ബാംഗ്ലൂരിലെ വെതർ ഇസ് ജസ്റ്റ് പെർഫെക്റ്റ്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, എല്ലാ ഫ്ലവേഴ്സും ഇങ്ങനെ ബ്ലൂം ചെയ്ത് നിൽക്കുക. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അതേപോലെ ഇവിടുത്തെ ഭയങ്കര കോൾഡ് വെതർ നമുക്ക് ഭയങ്കര സൂത്തിങ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ വിചാരിച്ചു രാവിലെ ഒരു വോക്കിന് പോകാമെന്ന്. എൻ്റെ കസിൻ്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് ഇവിടുത്തെ അപ്പാർട്ട്മെൻറ്റും ഇവിടുത്തെ സറൗണ്ടിങ്സും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി. ഈ ഫ്ലവർ ഇങ്ങനെ ബ്ലൂം ചെയ്ത് കിടക്കുക. ആക്ച്വലി ഇത് എല്ലായിടവും ഇങ്ങനെ ബ്ലൂം ആവുന്ന ഫ്ലവറാണ്, പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഇതിങ്ങനെ ഒരുമിച്ച് കിടക്കുന്ന കാണാൻ. അപ്പം ഇതൊക്കെ കണ്ട് ഞാൻ കുറേ നടന്നു. എന്നിട്ട് ഞാനൊരു ബെഞ്ചിൽ പോയിരുന്നു. എന്നിട്ട് കുറച്ച് വൈറ്റമിൻ ഡി ഒക്കെ കിട്ടാൻ വേണ്ടി അവിടെ കുറച്ച് സൺലൈറ്റൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു. അപ്പം എനിക്ക് ഇനി എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, കൺസിസ്റ്റൻ്റ് ആയിട്ട്. അപ്പം എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, ലൈഫിൽ ഏതെങ്കിലുമൊക്കെ ഒരു മൊമെൻറ്റിൽ വന്ന് ഗീവ് അപ്പ് ചെയ്യാൻ തോന്നിയാലും തിരിച്ചു വരാനുള്ള ഊർജ്ജം നമ്മളിൽ തന്നെ ഉണ്ട്. ഡോണ്ട് ഗീവ് അപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എല്ലാ ദിവസവും ഡെയിലി വ്ളോഗ്സ് പ്രതീക്ഷിക്കാം. എൻ്റെ കൂടെ നിങ്ങളും കാണണം. ബൈ ബൈ, ടേക്ക് കെയർ.